Good afternoon, everyone. Good afternoon. Good afternoon, ma'am. Good afternoon. Okay. എന്തെങ്കിലും ടോപ്പിക് ഞാൻ തന്നിട്ടുണ്ടായിരുന്നോ കഴിഞ്ഞ ക്ലാസ്സില്? ഏതെങ്കിലും ടോപ്പിക് തന്നിരുന്നോ? പ്രിപ്പയർ ചെയ്യാൻ വേണ്ടി തന്നിരുന്നോ? ഇല്ല മാം. ക്ലാസ്സിൽ ഒന്ന് സ്റ്റോറി തരാ പറഞ്ഞിട്ടുണ്ടായിരുന്നു. സ്റ്റോറി ആയിരുന്നോ? ആ, ക്ലാസ്സിൽ തന്നെ തരാ പറഞ്ഞിട്ടുണ്ടായിരുന്നു. സ്റ്റോറി ബാലൻസ് അല്ല, ന്യൂ സ്റ്റോറി തരാം. ന്യൂ സ്റ്റോറി തരാം. ഞാൻ ഈ ആക്റ്റീവ് വോയിസും പാസീവ് വോയിസും കംപ്ലീറ്റ് ചെയ്തിരുന്നോ? കേൾക്കാലോ? പറയൂ റിയ. ഇപ്പം ബാക്കിയുള്ള പിള്ളേരോട് എനിക്കൊരു കാര്യം ചോദിക്കാനുണ്ട്. ഇപ്പം ടീച്ചർ വരുന്നതിന് തൊട്ട് മുമ്പ് എടുത്ത ക്ലാസ് ഏത് ചാപ്റ്റർ ആണെന്ന് ചോദിക്കാവോ പിള്ളേരോട്? എന്താ എന്റെ പേരും ചോദിക്കാവോ ചാപ്റ്ററിന്റെ തൊട്ട് മുമ്പ് എടുത്ത ഇപ്പത്തെ ക്ലാസ് ചാപ്റ്ററിന്റെയും പേരും. ഓക്കെ. ഇപ്പൊ എടുത്ത ക്ലാസ് ഏത് ചാപ്റ്റർ എനിക്ക് മനസ്സിലായില്ല ടീച്ചർ വരുന്നതിന് തൊട്ട് മുമ്പ്. ആ ചാപ്റ്ററിന്റെ പേരും 48 ആണ്. ചാപ്റ്റർ 48. നമ്പർ ഒന്ന് പറയാമോ? 48 quality management. Okay. ചാപ്റ്റർ 48 quality management. Okay. താങ്ക് യു സോ മച്ച്. ഞാൻ ആക്റ്റീവ് വോയിസ് ആൻഡ് പാസീവ് വോയിസ് കംപ്ലീറ്റ് ചെയ്തിരുന്നോ? അറിയാമോ? ഇല്ല. ഇല്ല. ഇത് കംപ്ലീറ്റ് ചെയ്തിട്ട് നമുക്കൊരു സ്റ്റോറിയിലേക്ക് കടക്കാം. ഓക്കെ. പ്രസന്റ് ടെൻസ് ഞാൻ കംപ്ലീറ്റ് ചെയ്തു. ഐ തിങ്ക് ആണോ? കറക്റ്റ് ആണോ? ക്ലാസ്സിൽ ആരും ഉണ്ടായിരുന്നില്ലേ കഴിഞ്ഞ ക്ലാസ്സില്? എന്താണ് റെസ്പോൺസ് ഒന്നും ഇല്ലാത്ത? എന്താണ് ബിൻഷ? എന്താ മിസ്സേ ചോദിച്ചത്? ആക്റ്റീവ് വോയിസ് പാസീവ് വോയിസ് ഞാൻ പ്രസന്റ് ടെൻസ് കംപ്ലീറ്റ് ചെയ്തോ എന്നാണ് ചോദിച്ചത്. ആക്റ്റീവ് വോയിസ് പാസീവ് വോയിസ് ചെയ്തില്ല മിസ്സേ. മിസ് ഞാൻ കുറെ ക്ലാസ്സിൽ ഇല്ലാഞ്ഞോണ്ട് എനിക്ക് അറിയില്ല, അതാണ് ഉണ്ടായിരുന്നത്. ഞാനും കുറെ ക്ലാസ്സിൽ ഉണ്ടായില്ല, അതാണ് ഞാനും മിണ്ടാതിരുന്നത്. ഓക്കെ. ഷിബിനെ കണ്ടോ കുറെ നാളായി? എന്ത് പറ്റിയെന്നറിയാമോ? 3 മണി വരെ എടുത്തിട്ടുണ്ടായിരുന്നില്ല. 3 മണി കഴിഞ്ഞപ്പോ ഞാൻ കൊച്ചുങ്ങളെ വിളിക്കാൻ വേണ്ടി പോയായിരുന്നു. അതുവരെ എടുത്തിട്ടുണ്ടായിരുന്നില്ല. ഓക്കെ, ഒരു കാര്യം ചെയ്യാം, നമുക്ക് സ്റ്റോറി നോക്കാം. അതിനുശേഷം നമുക്ക് ആക്റ്റീവ് വോയിസ് പാസീവ് വോയിസ് പറയാം. ഓക്കെ. ഓക്കെ, എഴുതിയെടുത്തോളൂ. മലയാളം. സ്റ്റോറിയിലെ ക്യാരക്ടറിന്റെ പേര് മിസ്റ്റർ ജാക്ക്. ജാക്ക് എന്നാട്ടോ, ജാക്ക്. മിസ്റ്റർ ജാക്ക് ടൗൺ സെന്ററിന് അടുത്താണ് താമസിച്ചിരുന്നത്. മിസ്റ്റർ ജാക്ക് ടൗൺ സെന്ററിന് അടുത്താണ് താമസിച്ചിരുന്നത്. മിസ്റ്റർ ജാക്ക് ടൗൺ സെന്ററിന് അടുത്താണ് താമസിച്ചിരുന്നത്. അദ്ദേഹത്തിന് പൂന്തോട്ടമുള്ള ഒരു വലിയ വീടുണ്ടായിരുന്നു. അദ്ദേഹത്തിന് പൂന്തോട്ടമുള്ള ഒരു വലിയ വീടുണ്ടായിരുന്നു. അദ്ദേഹത്തിന് പൂന്തോട്ടമുള്ള ഒരു വലിയ വീടുണ്ടായിരുന്നു.
മിസ്റ്റർ ജാക്ക് തന്റെ പൂന്തോട്ടം വളരെ ഇഷ്ടപ്പെട്ടു. മിസ്റ്റർ ജാക്ക് തന്റെ പൂന്തോട്ടം വളരെ ഇഷ്ടപ്പെട്ടു. അല്ലെങ്കിൽ വളരെ ഇഷ്ടപ്പെട്ടു. ഓക്കെ. വേനൽക്കാലത്ത് പിങ്ക്, യെല്ലോ, റെഡ്. വേനൽക്കാലത്ത് പിങ്ക്, യെല്ലോ ആൻഡ് റെഡ് നിറങ്ങളിൽ വിരിഞ്ഞു നിൽക്കുന്ന മനോഹരമായ പൂക്കൾ ധാരാളം ഉണ്ടായിരുന്നു. വേനൽക്കാലത്ത് പിങ്ക്, യെല്ലോ, റെഡ് നിറങ്ങളിൽ വിരിഞ്ഞു നിൽക്കുന്ന മനോഹരമായ പൂക്കൾ ധാരാളം ഉണ്ടായിരുന്നു. വൈകുന്നേരങ്ങളിലും വീക്കെൻഡിലും വീക്കിന്റെ എൻഡ്. ഓക്കെ. വൈകുന്നേരങ്ങളിലും വീക്കെൻഡിലും തന്റെ പൂന്തോട്ടത്തിൽ സമയം ചിലവഴിക്കാൻ ജാക്ക് ഇഷ്ടപ്പെട്ടു. വൈകുന്നേരങ്ങളിലും വീക്കെൻഡിലും തന്റെ പൂന്തോട്ടത്തിൽ സമയം ചിലവഴിക്കാൻ ജാക്ക് ഇഷ്ടപ്പെട്ടു. എന്നാൽ ജാക്കിനും ജോലിക്ക് പോകേണ്ടി വന്നു. വീടിനടുത്തല്ലാത്ത ഒരു ഓഫീസിൽ ജോലി ചെയ്തിരുന്നതിനാൽ പലപ്പോഴും ബസ്സിൽ ജോലിക്ക് പോയിരുന്നു. വീടിനടുത്തല്ലാത്ത ഒരു ഓഫീസിൽ ജോലി ചെയ്തിരുന്നതിനാൽ പലപ്പോഴും ബസ്സിൽ ജോലിക്ക് പോയിരുന്നു. അവൻ ഒരു ഏകാന്ത മനുഷ്യനായിരുന്നു. അയാൾക്ക് അധികം ഫ്രണ്ട്സ് ഇല്ലായിരുന്നു. ഇക്കാരണത്താൽ അയാൾക്ക് പലപ്പോഴും സങ്കടവും വിരസതയും തോന്നി. മിനിസ്റ്ററുടെ ഇംഗ്ലീഷ് എന്തോ? വാക്ക്. വിരസത മീൻസ് ബോറിംഗ് ആയിട്ട് മിനിസ്റ്ററുടെ ഇംഗ്ലീഷ് വാക്ക്. ബോറാണ്. അവിടെ പൂന്തോട്ടം പോലെ ഇരിക്കുന്ന വീടെന്നാണല്ലോ പറഞ്ഞേ. പിന്നെ ഇവിടെ പറയാ പൂന്തോട്ടമാണ് നോക്കുന്നതെന്ന്. രണ്ടും ചേരുന്നില്ലല്ലോ. ഒന്ന് പൂന്തോട്ടം പോലുള്ള ഒരു വീടാന്ന് പറയുന്നു, ഇപ്പം പറയാ പൂന്തോട്ടം നോക്കുന്നതെന്ന്. പൂന്തോട്ടം പോലുള്ള ഒരു വീടാന്ന് പറഞ്ഞ് അതിപ്പം പറയാ പൂന്തോട്ടം നോക്കുന്നത്. പൂന്തോട്ടമുള്ള വലിയ വീടുണ്ടായിരുന്നു എന്നാണ് പറഞ്ഞത്. ഓക്കെ. എല്ലാവരും എഴുതി കഴിഞ്ഞോ? യെസ് മാം. ട്രാൻസ്ലേറ്റ് ചെയ്യൂ. ട്രാൻസ്ലേറ്റ് ചെയ്ത ശേഷം എന്നോട് പറയാം.
റിയ ശ്രദ്ധിച്ച് കേൾക്കൂ, പറയുന്നത് ശ്രദ്ധിച്ച് കേൾക്കൂ. ഓക്കെ, പൂന്തോട്ടമുള്ള ഒരു വലിയ വീടുണ്ടായിരുന്നു എന്നാണ് ഞാൻ പറഞ്ഞത്. പിന്നെ പറഞ്ഞു പൂന്തോട്ടം നോക്കുവാന്ന്. പൂന്തോട്ടം വീട് പൂന്തോട്ടം പോലെയാന്ന് പറഞ്ഞു. പിന്നെ പറഞ്ഞ പൂന്തോട്ടം നോക്കുന്നേ. വീട് പൂന്തോട്ടം പോലെ പറഞ്ഞത്. പൂന്തോട്ടം ഉള്ള വീടായിരുന്നു. മിസ്സേ, ഈ വേനൽക്കാലം എന്താ ഇംഗ്ലീഷിൽ പറയാ? വിന്റർ സീസൺ അല്ലേ? വേനൽക്കാലം, വിന്റർ, സമ്മർ. സമ്മർ. ആ സോറി. അപ്പൊ ഈ പൂന്തോട്ടത്തിന് വീടിന്റെ കാര്യം ഇനി മനസ്സിലായില്ല. പൂന്തോട്ടം ആയിട്ട് വീട് ഇരിക്കുന്നെന്നും പറഞ്ഞു പിന്നെ പറയാ പൂന്തോട്ടം നോക്കുന്നേ. റിയ, ഇപ്പൊ ഞാൻ പറയുന്നത് എഴുതിയെടുക്കൂ. പൂന്തോട്ടമുള്ള ഒരു വലിയ വീടുണ്ടായിരുന്നു. ഓക്കെ, അങ്ങനെ എഴുതിയെടുക്കൂ. പൂന്തോട്ടം ഉള്ള വലിയ വീടാ, ഇപ്പൊ മനസ്സിലായി. ആ, ഇതാണ് നേരത്തെയും പറഞ്ഞുകൊണ്ടിരുന്നത്. ഓക്കെ, എന്റെ ചെവി അങ്ങനെ കേട്ടെ പോലെന്ന് കേട്ടെ, ഉള്ളതെന്ന് ഇപ്പഴാ മനസ്സിലായി. ഓക്കെ, റിയ പറയുന്നത് ക്ലിയർ ആവുന്നില്ല. സോ ഒന്ന് ടെക്സ്റ്റ് ചെയ്യാൻ നോക്കാം. എന്താണെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഒന്ന് ടെക്സ്റ്റ് ചെയ്യാം, മെസ്സേജ് അയക്കാം. ഓക്കെ, എനിക്ക് ക്ലിയർ ആവുന്നില്ല പറയുന്നത്. എനിക്ക് അറിഞ്ഞുകൂടാ, എങ്ങനെയാന്ന് പറഞ്ഞു തരാണെങ്കിൽ ഞാൻ ടൈപ്പ് ചെയ്യാം. കോൾ മെസ്സേജ് ഞെക്കിയാ മതിയോ ടൈപ്പ് ചെയ്യാൻ? ഫോണിൽ മെസ്സേജ് അയക്കാൻ ഓപ്ഷൻ ഉണ്ട്, അത് നോക്കി. റിയ അത് ട്രാൻസ്ലേറ്റ് ചെയ്യും. ഓക്കെ, ഇപ്പൊ പറഞ്ഞ ഒരു മലയാളം ഒരു സ്റ്റോറി അതൊന്ന് ട്രാൻസ്ലേറ്റ് ചെയ്യും, ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യാം. ട്രാൻസ്ലേറ്റ് ചെയ്യാം. Jack lived near the town center. He had a big house which had a big garden. Jack liked his garden so much. At summer time, pink, yellow, red flowers, a lot were there. In evenings and weekends, like to spend time in the garden, but Jack had to go for a job near the house, not at the house. There because of mess. Near the house, not at office. So because of mess, he had to go for job. He was a lonely person. He had no friends. He had no many friends. And because of this, he had to be sad and boring. Yeah, okay, good. പറഞ്ഞു. ഓക്കെ റിയ, ക്ലിയർ ആയി. ഓക്കെ, ബാക്കി എല്ലാവരും പറയുന്നത് കേൾക്കൂ. ഓക്കെ,
ഇതെന്താ ആരും മിണ്ടാത്തെ? എല്ലാവരും എഴുതി കൊടുക്കുക. ഇതിന് ശേഷം അവര് പറയും. ഈ സ്പ്രിങ്ങിന്റെ മലയാളം വാക്കൊന്ന് പറയാവോ? എന്തോ സ്പ്രിംഗ് സീസണിന്റെ മലയാളം വാക്ക്. സ്പ്രിംഗ് സീസണോ? സ്പ്രിങ്ങിന്റെ മലയാളം വാക്ക് എന്താ? സ്പ്രിംഗ് സീസൺ. സ്പ്രിംഗ് സീസൺ. ഓക്കെ, വസന്തകാലം എന്ന് പറയാം. വസന്തകാലം ഓട്ടം. എന്താ അതിന്റെ അർത്ഥം? എന്താ സ്പ്രിങ്ങിന്റെ അർത്ഥം പറയാമോ? സ്പ്രിങ്ങിന്റെ അർത്ഥോ? ഫ്ലവേഴ്സ് ഏറ്റവും കൂടുതൽ പൂക്കുന്നത് വസന്ത. അർത്ഥം പറഞ്ഞില്ല. കേട്ടോ? കഴിഞ്ഞോ? മിസ് വായിക്കട്ടെ? വായിക്കട്ടെ മിസ്, തുടങ്ങുവാണേ. Jack was lived in a center of the town. He had a big house with a garden. Mr. Jack loved his garden very much. In summer season, pink, yellow and red colored flowers are blossomed in his garden. Jack was spended time in every evening and weekend in his garden. But he wanted to vend a job. The office was not near the home, so he was traveled through bus. He was lived alone and he has no friends, so he suffered lot of sadness and boredom. ഭംഗിയായിട്ട് ശരിയാണോ മിസ് ഇത്? ശരിയാണോ എന്ന് ചോദിച്ചാ അവിടെ ഇവിടെയും കുറച്ച് മിസ്റ്റേക്സ് ഒക്കെ ഉണ്ട്. മിസ്റ്റേക്സ് ഉണ്ട്, കാരണം ടെൻസ് നോക്കണം. ടെൻസ് അല്ല, ഞാൻ പാസ്റ്റിൽ എഴുതിയേക്കുന്നത്. എല്ലാം ഞാൻ ഈടി ചേർത്ത് എഴുതി വെച്ചേക്കുന്നത്. ചെറിയ ചെറിയ കുറച്ച് ഇതുണ്ട്. ഓക്കെ, ഓക്കെ മിസ്. ഓക്കെ പറയുമ്പോൾ മനസ്സിലാവും. നെക്സ്റ്റ് ആരാ? Just wait a second.
ഓക്കെ, ഇനി നെക്സ്റ്റ് ഏതാ? അഴയിൽ കഴിഞ്ഞോ? No? മെസ് എന്ന് പറഞ്ഞ ഞാനിങ്ങനെ മെസ് എന്ന് കേട്ടെ. ആരും കേട്ടി. എന്താ പറയാ? ഞാൻ പറഞ്ഞത് ബസ് എന്ന് പറഞ്ഞ ഞാൻ മെസ് എന്ന് കേട്ടെ. ക്ലിയർ ആവില്ല. ഓക്കെ, ആരെയും കഴിഞ്ഞോ? ഇനി ബിൻഷ, സിന്ധു, സിന്ധു ഉണ്ടോ? സിന്ധു 8 years. കഴിഞ്ഞില്ല മിസ്സേ, ലാസ്റ്റ് 2 സെന്റൻസ് ഉണ്ട്. ഓക്കെ, ജീൻ എന്താ ജീൻ ഉദ്ദേശിച്ച് പറയൂ. ടച്ച് വിട്ടുപോയി. ആ ഓക്കെ. 8 വർഷമായി ഇപ്പൊ ഞാൻ അല്ല 8 വർഷമായി ഞാൻ പഠിച്ചു കഴിഞ്ഞിട്ട്. പിന്നെ ഇതുമായിട്ട് പിന്നെ അങ്ങനെ ഇംഗ്ലീഷ് അങ്ങനെ വായിക്കുന്നു എഴുതുന്നു ഒന്നും ഇല്ലല്ലോന്നേ. അപ്പൊ അതുകൊണ്ട് ടച്ച് ഫുൾ വിട്ടുപോയി. ജെയിൻ എഴുതിയത് ഒന്നുകൂടെ വായിച്ചു നോക്കി. വായിച്ചു. ഞാനാ പിന്നെ അതേപടി തന്നെ ട്രാൻസ്ലേറ്റ് ചെയ്യണമെന്നില്ലല്ലോ മാം. അതങ്ങനെ ഒരു ഇതുണ്ടല്ലോ, അർത്ഥം കിട്ടിയാ പോരെ. അങ്ങനെയല്ല, കുറച്ച് സെയിം ആയിട്ട് ട്രാൻസ്ലേറ്റ് ചെയ്താൽ മതി. ഞാൻ പറഞ്ഞല്ലോ, എക്സാജറേറ്റ് ചെയ്യണ്ട. എക്സാജറേറ്റ് ചെയ്യുമ്പോൾ പറയുമ്പോൾ ക്ലിയർ ആണ്. പക്ഷെ ഞാനിവിടെ സ്റ്റോറി മേക്ക് ചെയ്യാനല്ല ഉദ്ദേശിച്ചത്. കറക്റ്റ് ആയിട്ട് വരണം, വൊക്കാബുലറി കിട്ടണം. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ സ്റ്റോറി കൊണ്ടുവരുന്നത്. ഓക്കെ, അപ്പൊ ഒന്ന് പറഞ്ഞു നോക്കി. മലയാളം പറഞ്ഞു. ജാക്ക് ഒരു ടൗൺ ഞാൻ സെന്ററിലാണ്. ഇംഗ്ലീഷിൽ എഴുതിയിട്ട് ഞാൻ മലയാളത്തിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യണോ? വേണ്ട, എന്റെ മലയാളം ഇംഗ്ലീഷ് ഒക്കെ ട്രാൻസ്ലേറ്റ് ചെയ്താൽ മതി. അത് ഞാൻ ചെയ്തു. ഇപ്പോ ഫസ്റ്റ് ലൈൻ എന്ന് വായിച്ചേ ജെയിൻ. Jack was lived in the center of the town. അവിടെ മിസ്റ്റേക്ക് എന്തെങ്കിലും ഉണ്ടാകും നോക്കി. വാസ് വന്നു, ലീവ്ഡ് വന്നു. ഓക്കെ, പാസ്റ്റ് അല്ലേ സെന്റൻസ്? അതായത് ജാക്ക് ടൗൺ സെന്ററിലാണ് താമസിച്ചിരുന്നത്. അപ്പം പാസ്റ്റ് അല്ലേ? അപ്പൊ വാസും വന്നു, ലീവ്ഡ് വന്നു. അത് മിസ്റ്റേക്ക് അല്ലേ? വാസ് വേണ്ട. വാസ് വേണ്ട അവിടെ. എനിക്ക് ഈ വാസ് വന്നാല് ഇല്ല, വാസ് വന്നാലുള്ള കുഴപ്പം എന്താ പറയുക? വാസ് വരുന്നതുകൊണ്ട് മിസ്റ്റേക്ക് ഒന്നല്ല. പക്ഷെ വാസിന് ശേഷം യൂസ് ചെയ്യുന്നത് ING ഫോം ആണ്. മനസ്സിലായോ? എങ്ങനെ നോക്കിയാലും വാസയുടെ മിസ്റ്റേക്ക് ആണ്. ഇപ്പോ നമ്മൾ പാസ്റ്റ് പറയുമ്പോൾ നമുക്ക് V2 ഫോം യൂസ് ചെയ്താൽ മതി. അവിടെ നമുക്ക് വാസിന്റെ ആവശ്യമില്ല ശരിക്കും. അപ്പോ മിസ്റ്റർ ജാക്ക് ലിവ്ഡ് പറയാം, ലിവ്ഡ്. ഓക്കെ, എങ്ങനെയാണ് പറഞ്ഞേ? ജാക്ക് lived in the center of the town. ലിവ്ഡ് ഇൻ ദി സെന്റർ ഓഫ് ദി ടൗൺ അല്ല ഞാൻ പറഞ്ഞത്. ടൗൺ സെന്ററിന് അടുത്താണ് താമസിച്ചിരുന്നത്. ടൗൺ സെന്ററിന് അടുത്താണ്. അയ്യോ, ഞാൻ ടൗൺ സെന്ററിൽ താമസിച്ചിരുന്നതെന്ന് എഴുതി വെച്ചത്. അപ്പൊ ടൗൺ സെന്ററിന് അടുത്താണ് താമസിച്ചിരുന്നത്. അപ്പൊ അങ്ങനെയാണ് നിയർ ബൈ കൊടുക്കാൻ പാടില്ലേ? നിയർ ബൈ. നിയർ ബൈ യൂസ് ചെയ്യാം. നിയർ ബൈ സെന്റർ ഓഫ് ദ ടൗൺ. No, near by the center of the town അല്ല. Near by near the town center. Town center. Yeah, town center. Near the town center. അപ്പൊ മനസ്സിലായില്ലേ? ചെറിയ ചെറിയ മിസ്റ്റേക്ക് ആയേ ഉള്ളൂ. പക്ഷെ അത് മീനിങ് വരെ മാറിപ്പോ. ഇനി അടുത്തൊരു സെന്റൻസ് നോക്കി. അടുത്തത് he had a big house with a garden. Okay. And third sentence നോക്കി.
Mr. Jack loved his garden very much. Okay. Next. In summer season, pink, yellow, and red colored flowers are blossomed in his garden. Okay. കുഴപ്പമൊന്നുമില്ല. Okay. Jack was spent time in every evening and weekend in his garden. Yeah. അവിടെ മിസ്റ്റേക്ക് ഉണ്ട്. വാസു വേണ്ടായിരിക്കും. ഇനി അടുത്ത സെന്റൻസ് വായിക്കും. ഞാൻ എല്ലാവരും വായിച്ചിട്ട് പറയും. ലാസ്റ്റ് ഞാനിവിടെ ആൻസർ പറയുന്നത് എല്ലാവരും അങ്ങനെ തന്നെ എഴുതി. അടുത്ത സെന്റൻസ് വായിച്ചേ. But he wanted to vend a job. The office was not near to the home, so he was traveled through bus. അവിടെയും കുറച്ച് മിസ്റ്റേക്ക് ഉണ്ട്. ആ സെന്റൻസിൽ കുറച്ച് മിസ്റ്റേക്ക് ഉണ്ട്. Next. He was live alone and he play not friends. So he suffered lot of sadness and bored. ചെറിയ മിസ്റ്റേക്ക് ഉണ്ട്. ഓക്കെ, ഒന്നുകൂടെ നോക്കാം. ഇനി വേറെ കഴിഞ്ഞോ? ഞാൻ വായിക്കാം. ഷാനി. Mr. Jack lived near the town center. He had a big house with beautiful garden. He loved his garden very much. In summer season, so many flowers are in the garden with pink, yellow, and red colors. He also liked to spend the time in his garden all the evenings and weekends. But he wanted to vend a job. Office was far to the house, so he traveled to the bus. He was very sad and boring because of his lonely attitude and he had no friends. ഓക്കെ, ഇതേപോലെ തന്നെയാണ്. ചെറിയ ചെറിയ മിസ്റ്റേക്സ് ഉണ്ട്. ഓക്കെ, എനിക്ക് ചോദിക്കാനുള്ള ലൈക്ഡ് ലൗഡ് നമ്മുടെ സെയിം ആണോ? ലൈക്കും ലൗഡും ചെയ്യുവാണ്. കുഴപ്പമൊന്നുമില്ല. ഈ മെയിൻ ചേഞ്ച് ഒന്നും ഇല്ല. ഓക്കെ, ഞാൻ ലൈക്ഡ് എന്ന് എഴുതിയേ. ലൈക്ഡ് മിസ്റ്റേക്ക് അല്ല. വാക്കുണ്ടോ ലൈക്ഡ് എന്ന് എഴുതിയാലും മിസ്റ്റേക്ക് ഇല്ല. ലൗഡ് ശരിയാണോ? ലൗഡ് കുഴപ്പമില്ല, ലൈക്ഡും സെയിം ആണ്. രണ്ടും മീനിങ് സെയിം അല്ലേ? ഓക്കെ, ഇനി നെക്സ്റ്റ് ആരാണ്? ജിസ്മി. മിസ് ഞാൻ പറയാം. സിന്ധു മിസ് എവിടേക്കോ തെറ്റി എഴുതിണ്ട്. എന്തൊക്കെയോ ഒന്നാമത്തത് മലയാളം അറിയില്ല. മിസ്റ്റർ ജാക്ക് ലിവ് നിയർ ദി ടൗൺ സെന്റർ. ദ ഫ്ലവർ ഗാർഡൻ. ഒരു നിമിഷം മിസ്. ഗാർഡൻ ബിക്കം എ ബിഗ് ഹൗസ്. ഫ്ലവർ ഗാർഡൻ വേണ്ട, ജസ്റ്റ് ഗാർഡൻ. Okay. The garden have become a big house for him. He liked flower garden. Summer season, pink, yellow, and red blossomed his garden. Jack liked weekend time and Sunday spent to his flower garden. But have to his worked. എവിടേക്കോ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. But have to go to work. He worked office very far to house. Therefore, he go to bus. He lived lonely. He does not have friends. Therefore, he was sadness and boring. എന്തൊക്കെ എഴുതിണ്ട് മിസ്. എന്തൊക്കെയോ എഴുതിയിട്ടുണ്ട്. മിസ്റ്റേക്ക് ഉണ്ടെന്ന് സിദ്ധുവിന് തന്നെ അറിയാം അല്ലെ? ഞാൻ ഇവിടുത്തെ അവിടേക്ക് ഓരോ സെന്റൻസ് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ എഴുതിയതാ. ഈസി ഏതാ അത് ഫസ്റ്റ് ഒക്കെ എഴുതി വെച്ച്. ഓക്കെ, മിസ്റ്റേക്ക് ഉണ്ട്. ചെറിയ ചെറിയ മിസ്റ്റേക്സ് ഉണ്ട്. ഇനി നെക്സ്റ്റ് ആരാ?
ജിസ്മി. തെറ്റുണ്ടാവട്ടെ, ഭയങ്കര ടഫായിട്ടാണ് തന്നത്. എന്തോ ഭയങ്കര ടഫായിരുന്നു. ടഫല്ല, അതെ മിസ്സേ, ഭയങ്കര ടഫായിരുന്നു, ഈസിയേ ഉണ്ടായില്ല. മലയാളം ഇഷ്ടല്ല. മലയാളം വേർഡ്സ് കുറച്ച് ടഫായിരുന്നു, അത്രേ ഉള്ളൂ. അതാണ്, അതൊന്നും കിട്ടണില്ല, അതാണ് കാര്യം. അപ്പൊ നമുക്ക് മലയാളം അറിയില്ല എന്നാണ്. ഇംഗ്ലീഷ് അറിയില്ല, മലയാളം അറിയില്ല. എനിക്ക് മലയാളം അറിയില്ല മിസ്, ഞാൻ എങ്ങനെയൊക്കെ തപ്പി എഴുതിയതാ ഇതൊക്കെ. അല്ലെങ്കിൽ ഞാൻ ഇംഗ്ലീഷ് പറയുമ്പോൾ നിങ്ങൾക്ക് ക്ലിയർ ആവും. അപ്പൊ നിങ്ങൾ സിമ്പിൾ ആയിരുന്നു. ജിസ്മി പറയൂ. Mr. Jack lived near the town center. He had a garden with a big house. He liked his garden very much. In summer season, there is a lot of pink, yellow, and red color flowers blossomed. Jack is like to spend time in the evening and the weekend with his garden, but he wanted to go for a job. Most of the time he traveled through the bus because his office is so far from his house. കേക്കത്തില്ല. ടീച്ചർ കേൾക്കണുണ്ടാ? Okay. He hadn't he is a loneliness person. അവിടെ എനിക്ക് അറിയാൻ പാടില്ല, അതുകൊണ്ട് അങ്ങനെ എഴുതി വെച്ചിരിക്കുന്നത്. That's why he gets very sad and boring. ഓക്കെ, എല്ലാവർക്കും സത്യമില്ലാത്ത ക്വസ്റ്റ്യൻ ആയിരുന്നു. ഓക്കെ, അത് ഒരു ചെറിയൊരു സിംഗിൾ വേർഡ് ആണ്. ഓക്കെ, ഇനി നെക്സ്റ്റ് ആരാ? ബിൻഷാ. സിംഗിൾ വേർഡ് എന്ന് പറഞ്ഞായിരുന്നു, എനിക്ക് മനസ്സിലായില്ല. പറയാം പ്രിയ, പറയാം. ഓക്കെ, ബിൻഷാ, are you there? Yes. പറയൂ ബിൻഷാ. പൊട്ടത്തെറ്റായിരിക്കും. കുഴപ്പമില്ല, ആരും പറഞ്ഞ കറക്റ്റ് അല്ല. Mr. Jack lived near town center. He had a big house with a flower garden. Mr. Jack loved his garden very much. In summer season, there were beautiful flowers bloomed in yellow, pink, red. Jack loved spending evening and weekends in his flower garden. Miss ചിരിക്കുവാണ്, ചിരിക്കുവോ? ഞാൻ ചിരിക്കുന്നില്ല. He wanted to go a job. His office was very far. Often he goes to bus. He was a lonely man. He couldn't have a lot of friends, so he felt boring and sad. Okay. Next, ഇനി ഔസേഫ് ആന്റണി. ഓക്കെ, ഇനി നവ്യ. നവ്യ കേൾക്കുന്നുണ്ടോ? ഇനി ആരാ? അക്സി എന്നാണ് പേര്. അക്സി, ആൽഫിയ, ഗീതുൽ, then നവ്യ, then ഷാദിയ. ഓക്കെ, റെസ്പോണ്ട് ചെയ്യുന്നുണ്ടെങ്കിൽ റെസ്പോണ്ട് ചെയ്യാം. നോ? ഓക്കെ, പ്രത്യേകിച്ച് റെസ്പോൺസ് ഒന്നുമില്ല. നമുക്കൊരു കാര്യം ചെയ്യാം, ആൻസർ പറയാം. ഫസ്റ്റ് സെന്റൻസ്, ജാക്ക് ഒരു എന്താണ് ടൗൺ സെന്ററിനടുത്താണ് താമസിച്ചിരുന്നത്, അല്ലെ? അത് ഒരു മിക്കവരും കറക്റ്റ് ഉണ്ടാവുക. മിസ്റ്റർ ജാക്ക്
lived near the town center. അല്ലെങ്കിൽ you can say like that, close to the town center എന്നും പറയും. ഓക്കെ, നമുക്കവിടെ ചേഞ്ച് ചെയ്യാം. നിയർ മാറ്റാം, ക്ലോസ് ആക്കാം. ഓക്കെ, ആക്കാം. റിയ കുറച്ചു നേരം ശ്രദ്ധിച്ചിരിക്കാവോ? എന്തോ മിസ് സിംഗിൾ വേർഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? റിയ ഞാൻ പറഞ്ഞു തരാം, കുറച്ചു നേരം വെയിറ്റ് ചെയ്യാവോ? എന്താണ്? നെക്സ്റ്റ്, ഒരു പൂന്തോട്ടമുള്ള ഒരു വലിയ വീടുണ്ടായിരുന്നു അല്ലെ? പൂന്തോട്ടമുള്ള ഒരു വലിയ വീടുണ്ടായിരുന്നു. ഉണ്ടായിരുന്നു അല്ലെ? ഉണ്ടായിരുന്നു എന്ന് പറയുമ്പോ ഏതാണ് യൂസ് ചെയ്യുക നമ്മള്? പാസ്റ്റ് ടെൻസ് യൂസ് ചെയ്യണം. പാസ്റ്റ് ആണ്. ഏതാ യൂസ് ചെയ്യാം? വാസോ. യൂസ് ചെയ്യാം. എനിക്കൊരു കാർ ഉണ്ട്. എങ്ങനെയാ പറയാ? I have a car. എനിക്കൊരു കാർ ഉണ്ടായിരുന്നു. I had a car. ഓക്കെ, അപ്പോ എന്താ യൂസ് ചെയ്യാ അവിടെ? ഉണ്ടായിരുന്നു, ഒരു വലിയ വീടുണ്ടായിരുന്നു. He had a big house. He had a big house or large house. Okay, he had a large house with a garden. പൂന്തോട്ടമുള്ള ഒരു വലിയ വീടുണ്ടായിരുന്നു. He had a large house with a garden. Okay, next, Mr. Jack തന്റെ പൂന്തോട്ടം വളരെ ഇഷ്ടപ്പെട്ടു. പെട്ടിരുന്നു, പെട്ടു എന്ന് പറയും. Mr. Jack liked or loved, anything you can use. Liked his garden very much. Mr. Jack liked his garden very much. Okay, next ആണ് കുറച്ചുകൂടെ എല്ലാവരും കൺഫ്യൂഷൻ ഉണ്ടായിരുന്നത്. വേനൽക്കാലത്ത് പിങ്ക്, യെല്ലോ, റെഡ് നിറങ്ങളിൽ നിൽക്കുന്ന മനോഹരമായ പൂക്കൾ ധാരാളം ഉണ്ടായിരുന്നു. അപ്പോ നമുക്ക് പറഞ്ഞിട്ടുണ്ട് മലയാളം എഴുതും, മലയാളത്തിൽ വരുമ്പോ മലയാളത്തിൽ എൻഡിങ് വെച്ചിട്ട് സ്റ്റാർട്ട് ചെയ്യണം ഇംഗ്ലീഷിൽ. ഇവിടെ എൻഡിങ് എന്താണ്? മനോഹരമായ പൂക്കൾ ധാരാളം ഉണ്ടായിരുന്നു എന്നാണ് അല്ലെ? അപ്പോ ഇറ്റ് ഹാഡ് a lot of beautiful flowers. It had വേണം, ഉണ്ടായിരുന്നു എന്നാണ്. ഹാഡ് വേണം. It had a lot of beautiful flowers. എങ്ങനെയാണ്? വിരിഞ്ഞു നിൽക്കുന്ന മനോഹരമായ പൂക്കൾ ധാരാളം ഉണ്ടായിരുന്നു. വിരിഞ്ഞു നിൽക്കുന്ന എന്ന് വേണം അല്ലെ? വേനൽക്കാലത്ത് വിരിഞ്ഞു നിൽക്കുന്ന മനോഹരമായ ധാരാളം പൂക്കൾ ഉണ്ടായിരുന്നു. അപ്പോ it had a lot of beautiful flowers that bloomed. blossom ഒക്കെയാണ് പറഞ്ഞത്. bloomed ആണ്. bloomed in summer. സമ്മറിൽ വിരിഞ്ഞു നിൽക്കുന്ന മനോഹരമായ ധാരാളം പൂക്കൾ ഉണ്ടായിരുന്നു എന്ന് വരെ വന്നു അല്ലെ? ഇനി വേണ്ടത് പിങ്ക്, യെല്ലോ, റെഡ് ആണ്. അപ്പൊ ഒരു ഹൈഫൻ ഇട്ടിട്ട് നമുക്ക് എഴുതാം പിങ്ക്, യെല്ലോ, റെഡ്. അപ്പൊ എങ്ങനെയാ സെന്റൻസ് വരാ? It had a lot of beautiful flowers that bloomed in summer. Pink, yellow and red. ഇങ്ങനെയാണ് സെന്റൻസ് വരാ. ഓക്കെ, മലയാളം എങ്ങനെയാണ് വരാ? അതിന് തല തിരിഞ്ഞിട്ടാണ് ഇംഗ്ലീഷിലേക്ക് വരുത്തേണ്ടത്. അവസാനമുള്ളത് നമ്മൾ ഫസ്റ്റ് ഇംഗ്ലീഷിൽ എഴുതുന്നത്. ഓക്കെ, ദെൻ നമുക്ക് എല്ലാവർക്കും പറ്റുന്ന പണിയാണ്. നമ്മൾ വേനൽക്കാലത്ത് എന്ന് സ്റ്റാർട്ട് ചെയ്തു, അപ്പൊ ഇംഗ്ലീഷിലും അങ്ങനെ തന്നെ സ്റ്റാർട്ട് ചെയ്തു. ഓക്കെ, അതാണ് നമുക്ക് വരുന്ന ഏറ്റവും വലിയൊരു മിസ്റ്റേക്ക്. നെക്സ്റ്റ്, മിസ്റ്റർ ജാക്ക് എന്താണ് പൂന്തോട്ടത്തിൽ സമയം ചിലവഴിക്കാൻ എപ്പോഴാണ്? ഈവനിങ് അല്ലെ? വൈകുന്നേരങ്ങളിലും വീക്കെൻഡിലും തന്റെ പൂന്തോട്ടത്തിൽ സമയം ചിലവഴിക്കാൻ ജാക്ക് ഇഷ്ടപ്പെട്ടു. അപ്പോ നമുക്ക് വേണ്ടത് ജാക്ക് ഇഷ്ടപ്പെട്ടു എന്നാണ് അല്ലെ? ഫസ്റ്റ് വരേണ്ടത് ജാക്ക് ഇഷ്ടപ്പെട്ടു എന്നാണ്. അപ്പോ നമുക്ക് ഇപ്പോ മലയാളം വരുന്നത് വൈകുന്നേരങ്ങളിലും വീക്കെൻഡിലും തന്റെ പൂന്തോട്ടത്തിൽ ചിലവഴിക്കാൻ ജാക്ക് ഇഷ്ടപ്പെട്ടു. ഇത് ഇംഗ്ലീഷിൽ വരുമ്പോ മലയാളം അവസാനിച്ചെടുത്തത് തുടങ്ങണം ഇംഗ്ലീഷില്. മനസ്സിലായോ ഞാൻ പറഞ്ഞത്?
വൈകുന്നേരങ്ങളിലും വീക്കെൻഡിലും തന്റെ പൂന്തോട്ടത്തിൽ ചിലവഴിക്കാൻ ജാക്ക് ഇഷ്ടപ്പെട്ടു. മലയാളം എവിടെ അവസാനിക്കുന്നു അവിടെ വെച്ച് ഇംഗ്ലീഷ് സ്റ്റാർട്ട് ചെയ്യണം. ഒന്ന് ചെയ്ത് നോക്കി എന്നിട്ട്. അപ്പൊ വരുന്ന സെന്റൻസ് ഏതാണ്? ചിലവഴിക്കാൻ ഇഷ്ടപ്പെട്ടു. ഇഷ്ടപ്പെട്ടു, അവൻ ഇഷ്ടപ്പെട്ടു, ജാക്ക് ഇഷ്ടപ്പെട്ടു സമയം ചിലവഴിക്കാൻ അവന്റെ ഗാർഡനിൽ. എപ്പോ? ഈവനിങ് ആൻഡ് വീക്കെൻഡില്. ഒന്ന് പറഞ്ഞു നോക്കിയ സെന്റൻസ്. കംപ്ലീറ്റ് ചെയ്യും. ഇഷ്ടപ്പെട്ടു, ലവ്ഡ് വേണ്ട, ലൈക്ക് ഡോഗ്. ലൈക്ക് ഡോഗ്. മിസ്റ്റർ ജാക്ക് He liked to spend time. എവിടെ സ്പെൻഡ് ചെയ്യാൻ? In the garden. എപ്പോ? All evenings and No, all the evening. No. In the evening. in the evening. In the evening. Weekend. വീക്കെൻഡ് വരുമ്പോ ഏത് പ്രൊപ്പോസൽ ആണ് വരുന്നത്? ഓൺ ആണ് വരുന്നത് കേട്ടോ. അപ്പൊ സെന്റൻസ് ഇങ്ങനെയാണ് വരാ. മിസ്റ്റർ ജാക്ക് ലൈക്ഡ് ടു സ്പെൻഡിങ് ടൈം ഇൻ ഹിസ് ഗാർഡൻ ഇൻ ദ ഈവനിങ്സ് ആൻഡ് ഓൺ വീക്കെൻഡ്സ്. ഓക്കെ, നെക്സ്റ്റ്. എന്നാൽ ജാക്കിനും ജോലിക്ക് പോകേണ്ടി വന്നു. ജാക്കിനും ജോലിക്ക് പോകേണ്ടി വന്നു എന്നെങ്ങനെയാ പറയാ? Mr. Jack also had to go to work. പോകേണ്ടി വന്നു. Mr. Jack also had to go to work. Okay. ജാക്കിനും പോകേണ്ടി വന്നു എന്നാണ് ഞാൻ പറഞ്ഞത്. ജാക്കിനും അവിടെ ഓൾസോ വേണം. മിസ്സേ എന്താ മിസ് പറഞ്ഞേ? എന്തോ ബിൻഷ? ഒരു കാര്യം പറയട്ടെ, റിയയുടെ അടുത്ത് വെരി സോറി, കുറച്ച് ഇടയ്ക്കൊന്നും മിണ്ടാതിരിക്കാൻ പറയാം. കുറെ ഡിസ്റ്റർബ് ആകുന്നുണ്ട് റിയ ഇടയ്ക്ക് കയറി സംസാരിക്കുമ്പോ എനിക്ക് പേഴ്സണലി. റിയയോട് ഞാൻ പല പ്രാവശ്യം പറയുന്നുണ്ട്, ശ്രദ്ധിച്ച് കേൾക്കൂ റിയ. ഓക്കെ, ഓൾസോ എന്ന വാക്കുകൊണ്ട് അവിടെ രണ്ടാളില്ലല്ലോ, പിന്നെ ഇങ്ങനെ ഓൾസോ വരുന്നതെന്ന് ചോദിച്ചു പോയി. റിയ ഞാൻ അവസാനം പറഞ്ഞു തരാം. ഓക്കെ, ബിൻഷ എന്താ ചോദിച്ചേ? മിസ്റ്റർ ജാക്ക് ലൈക്ക് സ്പെൻഡിങ് ടൈം ആണോ? എന്താ അടുത്തൊന്ന് പറഞ്ഞുതരൂ. സ്പെൻഡിങ് ടൈം ആണ്. മിസ്റ്റർ ജാക്ക് like to spending time in his garden in the evenings and on weekends. Okay, correct answer ഞാൻ ടെക്സ്റ്റ് ചെയ്യുന്നുണ്ട്, നിങ്ങൾ നോക്കി എഴുതാം. ഓക്കെ, അതാണ് കുറച്ച് നല്ലത്. ഓക്കെ, ഇനി ജാക്കിനും പോകേണ്ടി വന്നു എന്നാ ഞാൻ പറഞ്ഞത് അല്ലെ. എന്നാൽ ജാക്കിനും ജോലിക്ക് പോകേണ്ടി വന്നു. Mr. Jack also had to go to work. Okay, next, വീടിനടുത്തല്ലാത്ത ഒരു ഓഫീസിൽ ജോലി ചെയ്തിരുന്നതിനാൽ പലപ്പോഴും ബസ്സിൽ ജോലിക്ക് പോയിരുന്നു. വീടിനടുത്തല്ലാത്തൊരു ഓഫീസിൽ എന്നാ പറഞ്ഞത്. അപ്പൊ എങ്ങനെയാ പറയാ? He worked, ഒരു ഓഫീസിൽ വർക്ക് ചെയ്യുന്നുണ്ട് അല്ലെ. He worked in an office that wasn't near to his house. Okay, he worked in an office that wasn't near to his house, so he often went to work on the bus. പലപ്പോഴും ബസ്സിൽ ബസ്സിൽ പോയിരുന്നു. ഓക്കെ, ഫാസ്റ്റ് ആണ് അല്ലെ. So he often, പലപ്പോഴും means often ആണ്. So he often went to work on the bus. Went പോയി എന്നാണ് അല്ലെ. പോയിരുന്നു. അപ്പൊ പാസ്റ്റ് ആയതുകൊണ്ട് വീഡിയോ ഫോം ആണ് യൂസ് ചെയ്ത് went. We went to work on the bus. Okay. ഇനി അവനൊരു ഏകാന്ത മനുഷ്യനായിരുന്നു. എല്ലാവർക്കും ഒരു ഡൗട്ടാണ്. ഏകാന്ത മനുഷ്യൻ എന്ന് പറഞ്ഞില്ല, ലോൺലി മാൻ, അത്രയേ ഉള്ളൂ. ഓക്കെ, ലോൺലി മാൻ. He was a lonely man. Yeah. Next,
he didn't have many friends. അയാൾക്ക് അധികം ഫ്രണ്ട്സ് ഉണ്ടായിരുന്നില്ല, അല്ലെ? ഇല്ലായിരുന്നു എന്നാ പറഞ്ഞത്. അയാൾക്ക് അധികം ഫ്രണ്ട്സ് ഇല്ലായിരുന്നു. ഡിഡിന്റ് ആണ്, ഇല്ല. ഓക്കെ, he didn't have many friends. ഇല്ലായിരുന്നു എന്ന് പറയുമ്പോൾ ഹാവ് ഉണ്ട് അവിടെ, ഡിഡ് യൂസ് ചെയ്തുകൊണ്ടാണ് അവിടെ ഹാവ് വന്നത്. ഓക്കെ, he didn't have many friends. അതുകൊണ്ട് ഇക്കാരണത്താൽ അയാൾക്ക് പലപ്പോഴും സങ്കടവും വിരസതയും തോന്നി. Because of this, ഇക്കാരണത്താൽ, because of this, he often felt, തോന്നി, ഫീൽ അല്ല, തോന്നുക എന്നാണ് ഫീല്. തോന്നി എന്ന് പറയുമ്പോൾ felt ആണ്. He often felt sad and bored. Okay, എവിടേക്കാണ് മിസ്റ്റേക്ക് പറയുന്നത് മനസ്സിലായോ? ചെറിയ മിസ്റ്റേക്കേ ഉള്ളൂ, ഒരുപാടൊന്നുമല്ല, ചെറുത്. കുറച്ചത് നിങ്ങൾ മലയാളം കിട്ടുമ്പോ അതങ്ങനെ തന്നെ ട്രാൻസ്ലേറ്റ് ചെയ്യുന്നതിന് കുറച്ച് മിസ്റ്റേക്സ് ആണ്. ഓക്കെ, ഒരു സെന്റൻസ് മലയാളത്തിൽ ഒരു സെന്റൻസ് തരുമ്പോ അതിന് മലയാളം എവിടെ വെച്ച് അവസാനിച്ചോ അവിടെ വെച്ചിട്ട് വേണം നമ്മൾ ഇംഗ്ലീഷ് സ്റ്റാർട്ട് ചെയ്യാൻ. ഓക്കെ, മലയാളം അവസാനിക്കുന്ന വേർഡ് വെച്ചിട്ടല്ല, മലയാളം അവസാനിക്കുന്ന സെന്റൻസ്. ഒരു സെന്റൻസ് ഉണ്ടാവുമല്ലോ മലയാളത്തിലാണെങ്കിലും, ഒരു കറക്റ്റ് ഒരു മീനിങ്ഫുൾ ആയ ഒരു സെന്റൻസ് ഉണ്ടാവും. ആ സെന്റൻസ് വെച്ചിട്ടായിരിക്കണം നമ്മൾ ഇംഗ്ലീഷിൽ സ്റ്റാർട്ട് ചെയ്യേണ്ടത്. എക്സാമ്പിള്, വേനൽക്കാലത്ത് കണ്ടോ, ഞാൻ തുടങ്ങിയത് എങ്ങനെയാണ്? വേനൽക്കാലത്ത് പിങ്ക്, യെല്ലോ, റെഡ് നിറങ്ങളിൽ വിരിഞ്ഞു നിൽക്കുന്ന മനോഹരമായ പൂക്കൾ ധാരാളം ഉണ്ടായിരുന്നു. ഇങ്ങനെ കേൾക്കുമ്പോൾ എല്ലാവരും കുറച്ച് ടഫായിട്ട് തോന്നും. പക്ഷെ നമ്മൾ എവിടെ നിന്നാണ് ഇംഗ്ലീഷ് സ്റ്റാർട്ട് ചെയ്തത്? വിരിഞ്ഞു നിൽക്കുന്ന മനോഹരമായ പൂക്കൾ ധാരാളം ഉണ്ടായിരുന്നു. ധാരാളം ഉണ്ടായിരുന്നു എന്ന് വെച്ചിട്ടാണ് അല്ലെ? ധാരാളം പൂക്കൾ ഉണ്ടായിരുന്നു, അത് വിരിഞ്ഞു നിൽക്കുന്നതാണ് സമ്മറിൽ. തല തിരിഞ്ഞു പോയി ഇംഗ്ലീഷിൽ വന്നപ്പോ. ഇറ്റ് ഹാഡ് എ ലോട്ട് ഓഫ് ബ്യൂട്ടിഫുൾ ഫ്ലവേഴ്സ്. കണ്ടോ, ധാരാളം മനോഹരമായ പൂക്കൾ ഉണ്ടായിരുന്നു. ദാറ്റ് ബ്ലൂംഡ്, വിരിഞ്ഞു നിൽക്കുന്ന മനോഹരമായ ധാരാളം പൂക്കൾ ഉണ്ടായിരുന്നു. ഇൻ സമ്മർ, ഇപ്പൊ കറക്റ്റ് ആയിരുന്നു. വേനൽക്കാലത്ത് വിരിഞ്ഞു നിൽക്കുന്ന മനോഹരമായ പൂക്കൾ ഉണ്ടായിരുന്നു. പിങ്ക്, യെല്ലോ, റെഡ്. ഓക്കെ, ക്ലിയർ ആയോ? നിങ്ങൾക്ക് എവിടെയാണ് മിസ്റ്റേക്ക് വന്നത്? അത്രയേ ഉള്ളൂ, ഒരുപാടൊന്നുമില്ല. ഓക്കെ, പിന്നെ കുറച്ചൊക്കെ നിങ്ങൾ എക്സാജറേഷൻ ചെയ്തു. ഇതൊന്നും മിസ്റ്റേക്ക് ഒന്നുമല്ല കേട്ടോ. പക്ഷെ ഞാൻ ഇവിടെ നോക്കിയത് നിങ്ങൾക്ക് കറക്റ്റ് ആയിട്ട് ടെൻസ് മനസ്സിലാവുന്നുണ്ടോ? പിന്നെ വാസ് കൺഫ്യൂഷൻ ആണ്. വാസ് മീൻസ് അത് കണ്ടിന്യൂസ്, പാസ്റ്റ് ആണെങ്കിൽ കണ്ടിന്യൂസ് ആണ്. പാസ്റ്റ് കണ്ടിന്യൂസ് അല്ലേ? ഒരു പ്രവൃത്തി പാസ്റ്റ് നടന്നുകൊണ്ടിരിക്കുന്ന രീതിയിലാണ് വാസ് യൂസ് ചെയ്യുക. വാസ് യൂസ് ചെയ്യുമ്പോൾ വെർബ് ING ആയിരിക്കണം, അല്ലെങ്കിൽ അത് ഭയങ്കര മിസ്റ്റേക്ക് ആണ്. ഓക്കെ, ഹാഡ്, നിങ്ങൾക്ക് എപ്പോഴും ഏതൊരു സ്റ്റോറി ആണെങ്കിലും എന്താണെങ്കിലും ഹാവും ഹാഡൊക്കെ ഉണ്ടാവും. ഉണ്ടായിരുന്നു എന്നൊക്കെ പറയുമ്പോൾ വരുന്നത് ഈ ഹാഡാണ്. എനിക്ക് ഉണ്ട് എന്ന് പറയുമ്പോൾ ഹാവ് ആണ് വരുന്നത്. ഓക്കെ, അപ്പൊ അങ്ങനെ ചെറിയ ചെറിയ കാര്യങ്ങളാണ് നിങ്ങൾക്ക് കുറച്ചുകൂടി കൺഫ്യൂഷൻ ആയിട്ട് വരുന്നത്. ഓക്കെ, ക്ലിയർ ആയോ? മിസ്സേ, ഞാൻ ഹാവ് ഉള്ളവിടെ ഹാഡ് എഴുതിയില്ല, പിന്നെ ഡിഡ് നോട്ട് ഉള്ളവിടെ ഡസ് നോട്ട് എഴുതിയിട്ടുണ്ട്. പിന്നെ അതന്നെ ഹാവ് ഉള്ളവിടെ അല്ല ഹാഡ് ഉള്ളവിടെ ഹാവ് എഴുതിയിട്ടുണ്ട്. പിന്നെ എന്തൊക്കെയോ എഴുതിയിട്ടുണ്ട്. അതാണ് നമുക്ക് ടെൻസ്, ഞാൻ പറയാം, ടെൻസ് നോക്കിയാലാണ് ഇതൊക്കെ വ്യത്യാസം വരാം. ഡസും ഈ ഹാവും യൂസ് ചെയ്യുന്ന പ്രസന്റിലാണ്. പാസ്റ്റ് വരുമ്പോൾ ഡിഡും ഹാഡും ആണ് യൂസ് ചെയ്യുക. അപ്പൊ ഇങ്ങനത്തെ ചെറിയ ചെറിയ കാര്യങ്ങളാണ് നിങ്ങൾക്ക് മിസ്റ്റേക്ക് വരുന്നെങ്കിൽ, പക്ഷെ അത് വലിയ വലിയ മീനിങ് വ്യത്യാസം വരുന്നുണ്ട്. ഇതിനെയാണ് ഗ്രാമർ മിസ്റ്റേക്ക് എന്ന് നമ്മൾ പറയുന്നത്. ഓക്കെ, ഇപ്പൊ നിങ്ങൾക്ക് കുറച്ചുകൂടി ഗ്രാമർ അറിയാം, എന്നാലും നിങ്ങൾക്ക് അത് യൂസ് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. കുറെ ഇങ്ങനെ നമ്മൾ എക്സസൈസ് ചെയ്യുമ്പോൾ അത് ക്ലിയർ ആവും. ഓക്കെ, ഇനി റിയ ചോദിച്ച കൺഫ്യൂഷൻ അല്ല ഡൗട്ട് പറയാം. ഓൾസോ ഓൺ എന്താണെന്നാണ് അല്ലെ? അതായത് മലയാളം സെന്റൻസ് വരുന്നത്, എന്നാൽ ജാക്കിനും ജോലിക്ക് പോകേണ്ടി
ജാക്കിനും ജോലിക്ക് പോകേണ്ടി വന്നു എന്നാണ് പറഞ്ഞത്. ജാക്കിനും അങ്ങനെ അവിടെ വേറെ ആരും ഇല്ല. ഓക്കെ, ആരെയും മെൻഷൻ ചെയ്തിട്ടില്ല. പക്ഷെ ജാക്കിനും എന്ന് പറഞ്ഞത് കൊണ്ടാണ് അവിടെ ഓൾസോ വന്നത്. ഓക്കെ, ഒരു സിംഗിൾ വേർഡിന്റെ കാര്യം പറഞ്ഞത് അത് പറഞ്ഞില്ലല്ലോ. സിമ്പിൾ വേർഡ് ഞാൻ പറഞ്ഞത് ഏകാന്ത മനുഷ്യനായിരുന്നു എന്നാണ് ഞാൻ പറഞ്ഞത്. ഏകാന്ത മനുഷ്യൻ മലയാളത്തിൽ കേൾക്കുമ്പോൾ ടഫായിട്ട് തോന്നും, പക്ഷെ ഇംഗ്ലീഷിൽ ആ വേർഡ് സിമ്പിൾ ആണ്. ഏകാന്ത മനുഷ്യനായിരുന്നു എന്ന് ഞാൻ മലയാളം ഒരു വേർഡ് പറഞ്ഞു. അത് മലയാളത്തിൽ കേൾക്കുമ്പോൾ ടഫായിട്ട് തോന്നും, പക്ഷെ ഇംഗ്ലീഷിൽ അത് ട്രാൻസ്ലേറ്റ് ചെയ്യുമ്പോൾ ഒരു സിമ്പിൾ വേർഡ് ആണ് എന്നാണ് ഞാൻ പറഞ്ഞത്. ഓക്കെ, അതിന്റെ മീനിങ് വരുന്നത് ലോൺലി മാൻ. അതൊരു സിമ്പിൾ വേർഡ് ആണ് എന്നാണ് ഞാൻ പറഞ്ഞത്. ഓക്കെ, റിയക്ക് റിയക്ക് നമ്മളൊരു കാര്യം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അത് കംപ്ലീറ്റ് ചെയ്തതിനു ശേഷം മാത്രം ഡൗട്ട് ചോദിക്കുക, അല്ലെങ്കിൽ ഒരിക്കലും ഡൗട്ട് ക്ലിയർ ആവില്ല. പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അതിനിടയിൽ ചോദിക്കുമ്പോഴാണ് റിയക്ക് പിന്നെ കേൾക്കില്ല, മനസ്സിലാവില്ല. അതുകൊണ്ടാണ് കംപ്ലീറ്റ് ചെയ്തതിനു ശേഷം ചോദിക്കുക. കാരണം ഓൺലൈൻ ആണ്, ലാഗിങ് വരുന്നുണ്ട്. ഇപ്പൊ ഞാൻ പറഞ്ഞേ കുറച്ച് കഴിഞ്ഞിട്ടായിരിക്കും ചിലപ്പോ റിയക്ക് അത് കേൾക്കാൻ പറ്റുക. ഓക്കെ, അപ്പൊ അതുവരെ വെയിറ്റ് ചെയ്ത് നിൽക്കുക. കംപ്ലീറ്റ് ആയതിനു ശേഷം അതിൽ പിന്നെ ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. ഓക്കെ, ഇടയ്ക്ക് ചോദിക്കുമ്പോ രണ്ടുപേർ തമ്മിൽ ലാഗിങ് വരും, ക്ലാഷ് വരും. സോ ഡൗട്ട് ക്ലിയർ ആവില്ല. ഓക്കെ, അത് മിസ് പറയാൻ പോവാന്ന് ഞാൻ അറിഞ്ഞില്ല, അതുകൊണ്ട് ഞാൻ മിണ്ടിയെ. കഴിഞ്ഞാൽ മിസ് ബാക്കി ക്ലാസ് ഓക്കെ, എനിക്ക് മനസ്സിലാവുന്നുണ്ട്. അതാണ് ഞാൻ പറഞ്ഞത്. ഞാൻ പറഞ്ഞതേ ഉള്ളൂ. അങ്ങനെ ഡൗട്ട് ഉണ്ടെങ്കിൽ നമ്മൾ സംസാരിക്കുന്ന ഇടയിൽ ചോദിക്കാതെ അത് കഴിഞ്ഞതിന് ശേഷം ചോദിച്ചാല് എനിക്ക് കേൾക്കാൻ പറ്റും. അല്ലെങ്കിൽ ഞാൻ കേൾക്കുന്നില്ല അറിയാം പറയുന്നത് എന്താണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല, വോയിസ് ചിലപ്പോ കട്ടാവുന്നുണ്ട്. ഓക്കെ, അതുകൊണ്ടൊക്കെയാണ്. അത് മനസ്സിലായി, പക്ഷെ എനിക്ക് പെട്ടെന്ന് മിസ് പറഞ്ഞു കഴിഞ്ഞെന്ന് ഓർത്ത് ഞാൻ പറഞ്ഞു പോയതാ. ആയിക്കോട്ടെ, മനസ്സിലായി, ഇനി ശ്രദ്ധിക്കാം. Yeah, it's okay, it's okay. ഇനി ശ്രദ്ധിച്ചാൽ മതി. ഇനി ശ്രദ്ധിച്ചാൽ മതി. It's okay. Yeah. Okay. So then അപ്പോ എന്തൊക്കെയാണ് ഇംപ്രൂവ്മെന്റ് എന്ന് മനസ്സിലായാലോ? ഇംഗ്ലീഷ് ആരെല്ലാം മനസ്സിലായോ? ചെറിയ ചെറിയ മിസ്റ്റേക്ക് ആണെങ്കിലും അതാണ് ഗ്രാമർ മിസ്റ്റേക്ക് എന്ന് പറയുന്നത്. അപ്പൊ അതൊക്കെ ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. നിങ്ങൾക്ക് എപ്പോഴും മിസ്സിംഗ് വരുന്നത് ഇങ്ങനത്തെ ഓക്സിലറീസ് ആണ്. ഓക്സിലറീസ് മിസ്സിംഗ് വരുന്നുണ്ട്. ഹെൽപ്പ് വേർഡ്സ്, അതായത് മൊഡാൽ വേർബ്, അത് മിസ്സിംഗ് വരുന്നുണ്ട്. അങ്ങനെ മിസ്സിംഗ് വരുമ്പോഴാണ് ഈ സെന്റൻസ് ഇൻകംപ്ലീറ്റ് ആവുന്നത്. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് അത് വായിക്കുമ്പോൾ തന്നെ അറിയാൻ പറ്റുന്നുണ്ട് അത് മിസ്റ്റേക്ക് ആണെന്ന്, പക്ഷെ നിങ്ങൾക്ക് അത് കറക്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. ഓക്കെ, അപ്പൊ ചെറിയ ചെറിയ ഇതേപോലെ നമുക്ക് എന്തോ അതില്ലേ ഹി കുഡിന്റ് ഹാവ് ലോട്ട് ഓഫ് ഫ്രണ്ട്സ് എന്ന് പറയുമ്പോഴും അവന് കുറെ കൂട്ടുകാരില്ലായിരുന്നു എന്നുള്ള മീനിങ് തന്നെയല്ലേ? ഇല്ലായിരുന്നു പറയാം. ഇല്ലായിരുന്നു, അത് ഇല്ലായിരുന്നു എന്ന് കറക്റ്റ് മീനിങ് വരില്ല. കുഡിന്റ് വരുമ്പോ ഒരു എബിലിറ്റി ആണ്. എബിലിറ്റി മീൻസ് അതിന്റെ മീനിങ് എന്ന് വെച്ചാല് അങ്ങനെ കഴിയുമായിരുന്നില്ല, അങ്ങനെ ഒരു മീനിങ് വരാം. മനസ്സിലായി? എനിക്കത് ചെയ്യാൻ കഴിയുമായിരുന്നില്ല. അവിടെ ഒരു വെറുപ്പ് ഉണ്ടെങ്കിലാണ് കുറച്ചുകൂടെ കുഡിന്റ് പറ്റുക. മനസ്സിലായോ? അവിടെ ഒരു പ്രവൃത്തി ഉണ്ടെങ്കിൽ നമുക്കത് അവനങ്ങനെ നടക്കാൻ കഴിയുമായിരുന്നില്ല. ഈ കുഡിൻ വാക്ക് അല്ല എന്നൊക്കെ പറയാം. അവനെ നടക്കാൻ കഴിയുമായിരുന്നില്ല, കുഡിൻ വാക്ക്. അവിടെ ഒരു വെറുപ്പ് ഉണ്ടെങ്കിൽ ആ കുഡിന്റെ കറക്റ്റ് ആണ്. ഓക്കെ, എനിക്ക് അധികം ഫ്രണ്ട്സ് ഉണ്ടായിരുന്നില്ല എന്ന് പറയുമ്പോ എന്തോ എബിലിറ്റിയോ അതല്ലെങ്കിൽ എന്തെങ്കിലും ആക്ടിവിറ്റി ഒക്കെ വരുമ്പോഴാണ് ഫുഡ് വരിക എന്നാണ് മിസ്. അപ്പോഴാണ് അതിന് കൂടുതൽ യൂസ് ഉള്ളത്. ഒരു വെർബ് ഉണ്ടെങ്കിൽ അത് യൂസ്ഫുൾ, കറക്റ്റ് ആ മീനിങ് ഫുൾ അവിടെ വെർബ് ഉണ്ടെങ്കിൽ. അല്ലെങ്കിൽ നമുക്ക് ഇല്ലായിരുന്നു എന്ന് പറയാൻ സിമ്പിൾ ആണ്, നേരെ ചിന്തിക്കാം. ഡിഡിന്റ്, ഇത്രയേ ഉള്ളൂ. ഓക്കെ, അവിടെ ഡിഡിന്റ് വരാൻ കാരണം പാസ്റ്റ് ആയതുകൊണ്ടാണ് കേട്ടോ. എനിക്കിപ്പോ ഫ്രണ്ട്സ് ഇല്ല എന്ന് പറയുകയാണെങ്കിൽ ഐ ഹാവ് നോ ഫ്രണ്ട്സ് എന്ന് പറയാം, അല്ലെങ്കിൽ അങ്ങനെ പറയാം. മനസ്സിലായോ?
മനസ്സിലായി Past അതുകൊണ്ട് ഓക്കെ. അപ്പൊ ഇനി അടുത്ത ക്ലാസ്സിലും ഇതുപോലെ കുറച്ച് എക്സസൈസ് ഒക്കെ ചെയ്യാം, പ്രാക്ടീസ് ചെയ്യാം. ഓക്കെ. ഓക്കെ മിസ്, നാളത്തെ ക്ലാസ്സിൽ ഒരു എ പിന്നെ ആൻ, എന്റെ മോൻ ഇന്നലെ ഒരു എ ആൻ ആഡ് ചെയ്തിട്ട് സെന്റൻസ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാൻ കുറെ ഒക്കെ ചെയ്തു തന്നെ, അത് എന്താ തെറ്റുണ്ടോ എന്തോ ശരിയുണ്ടോ അറിയില്ല. എ പിന്നെ ആൻ, എ ആൻഡ് ആൻ, അത് വെച്ചിട്ട് അത് വെച്ചിട്ട് സെന്റൻസ്. ഞാൻ ഒരു എക്സാമ്പിൾ നാളെ തരാം, നാളെ പറയാം എക്സാമ്പിൾ. ഓക്കെ മിസ്. ഓക്കെ. താങ്ക് യു. മൈൻഡ് ചെയ്യാം. താങ്ക് യു ഓൾ. താങ്ക് യു മാം. Thank you, ma'am.